നമ്മൾ ഉഴുന്നും അരി വെള്ളത്തിലിട്ടതാണ്. അതൊന്ന് ആട്ടി വെച്ചാലോ നാളത്തേക്ക്? ഇത് നാളത്തെ വീഡിയോയിൽ വരുള്ളൂ കേട്ടോ. നാളത്തെ വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അതാണ് വന്നത്. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ഇഡ്ഡലി ചട്നി. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീച്ച് പോണ്ടേ? എല്ലാവരും എണീച്ച് ബ്രഷ് ചെയ്തോളൂ. നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ്, നമ്മളെ അമ്പലത്തിലെ പണിയൊക്കെ കഴിഞ്ഞ്, നമ്മളെല്ലാ അടിയും തൊടെല്ലാം കഴിഞ്ഞ് നമ്മളെ ചായയും കനുമായി. നമുക്ക് ഇന്ന് ഇഡ്ഡലിയും ചട്നിയാണ്. ഇന്നൊരു വെറൈറ്റിയാണ്. എല്ലാവരും കഴിക്കും. എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കഴിച്ചോളൂ. എന്നുണ്ടാക്കിയാലാണ് കച്ചറ. അപ്പം പിന്നെ ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? ഒരു ഹാപ്പി വാർത്ത ഉണ്ട്. നമ്മളെ സ്റ്റാൻഡ് ഇന്ന് രാവിലെ തന്നെ പൊട്ടി. അത് ലോക്കലായതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മളെന്താ പറയാ, അയ്യോ, നമുക്ക് ചായ വയ്ക്കാൻ പോവാം. എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും ഇല്ല, കുറച്ച് പേരുണ്ട്. എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ അവരെ വെച്ചേക്കുന്നത്, എൻ്റെ വീഡിയോ കാണുന്നവരെ. അല്ലാത്തവരോടും എനിക്ക് ഭയങ്കര ഇഷ്ടം, എല്ലാവരോടും ഇഷ്ടം തന്നെ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോ ആരംഭിക്കുന്നു. ലവ് യു. ഇല പൊഴിയും, അത് പാടിയതാണ്. എൻ്റെ പാട്ടൊന്നും കേൾക്കണ്ട, നല്ല ഇഷ്ടം പോലെ ഗായകന്മാരുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നമുക്കുണ്ടാക്കിയ ഒരു പാത്രം നിറച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാ, ഇഡലി. ഞാൻ ചായ വയ്ക്കാൻ പോവാനെ. ലവ് യു. ഇന്ന് സിയുവിന് ഡക്സയ്ക്കൊക്കെ കൊടുക്കണം. അതാകുമ്പോൾ അവർക്ക് വാരിയുണ്ട്, വയൽ വെച്ചിട്ടാൽ ഇങ്ങനെ കിട്ടോ? അതെ, ഇപ്പം എല്ലാവരും ചായ കഴിച്ചു വിചാരിക്കുന്നു. ഞാനിതാ ചായ വയ്ക്കുന്ന. സൂപ്പർ. അമ്മായി ചായ കുടിക്കണം. ഹായ്. അമ്മായി ഒറ്റയ്ക്കായി, ഞാൻ കഴിച്ച്, ഉണ്ണേട്ടൻ കഴിച്ച്. അമ്മായിക്ക് അമ്പലത്തിൽ കുറച്ച് ചെറിയ പണിയൊക്കെ ഉണ്ട് അല്ലേ? ഹലോ ഗൈസ്, നമ്മൾ പച്ചക്കാരൊക്കെ കഴിക്കണം. നമ്മൾ ഉണ്ണേട്ടൻ മീൻ കൊണ്ടുവരണം. നമ്മൾ മീനിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് മീൻകറി, നല്ല മീൻകറി കൂട്ടിയിട്ട് ചോറുന്നണം. നല്ല മത്തി ഉണ്ട്, മത്തി വാങ്ങാനേ ഞാൻ പറഞ്ഞു. മത്തി കിട്ടുമായിരിക്കും. ഹലോ ഗൈസ്, നമുക്കിന്ന് കറി വെക്കാനൊന്നും കിട്ടിയില്ല. നമ്മൾ സ്റ്റാൻഡ് റെഡി ആയില്ല. എങ്ങനെയൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ലൈറ്റ് ഇട്ട് വന്നതാണ്, നമ്മളെ കാണുന്നില്ല. ഒരു സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിക്കണം, അപ്പോഴേ എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു വലിയ തക്കാളി എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മോന്തായം ഒന്ന് കട്ട് ചെയ്താട്ടാം. അതങ്ങ് കളഞ്ഞ് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. ഇന്ന് നമ്മൾ എന്ത് കറിയാണ് വെക്കാന്നറിയില്ല. മീനിന് പോയ ആൾക്കാരില്ല. മീനിന് ഇവിടെ പൈസയൊക്കെ വെച്ച് പോയതാണ്. ഞാൻ ഇവിടെ കിടന്നുറങ്ങി. ചായൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാനും കിടന്ന്, അമ്മായിയും കിടന്നു. ഞങ്ങൾ ഉറങ്ങിപ്പോയി. 11 മണിക്ക് വിളിച്ച് വരുന്നുണ്ട്. നമ്മളെ മഹാദേവൻ വരുന്നുണ്ട്. എന്താ കിട്ടിയേക്ക് നമുക്ക് ചോദിക്കും. എനിക്ക് മീൻ പൈസ തന്നിട്ടല്ലേ പോയത്. അടുത്തിട്ട് ഇവിടെ വാങ്ങിക്കൂടെ കഴിക്കും. നമുക്ക് മീനും കൊടുത്തരണം. ഞാൻ ഇവിടെ വയ്ക്കും. എന്നിട്ട് എന്താ മീൻ കിട്ടിയേ? മത്തിയോ? ഇല്ല, ഞാനൊക്കെ റെഡി ആക്കിട്ട. ഹലോ പൈസ. അപ്പൊ നമുക്ക് മത്തി കിട്ടി.
മത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി. അപ്പൊ ഇത് കട്ട് ചെയ്ത് ഒക്കെ നമുക്ക് കറി വെച്ചിട്ട് ചേർത്ത് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മീൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊലി ഒന്ന് പുതരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട അതൊക്കെ റെഡിയാക്കി വെക്കാം. തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി എല്ലാം മിക്സിയിൽ അങ്ങോട്ട് അടിച്ചോളാം. അപ്പം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കറി കിട്ടും. ഈ ഫോൺ ഇങ്ങനെ ചെരിഞ്ഞിക്കണം, അപ്പോഴാണ് എനിക്കിഷ്ടം. ഇത് വല്ല ഫോട്ടോ. ഹലോ, നമ്മൾ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് നമ്മൾ മീനൊക്കെ നന്നാക്കി നമ്മൾ വെളിച്ചെണ്ണ വെച്ച് മത്തിക്കുട്ടന്മാരവിടെ വൈവരിക്ക് വെച്ച് തല തക്കണം. അത് ഒഴിവാക്കൂല, കറിക്ക് ടേസ്റ്റ് വേണം. നമ്മൾ അസംബ്ലിക്ക് നിർത്തിക്കാണ് അവർ വളഞ്ഞു വളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി എന്നെ ചൂടാവട്ടെ. അപ്പം നമ്മൾ അതിലേക്ക് കടുകിട്ടു. വറവൊക്കെ ഒപ്പരം നടക്കട്ടെ. അങ്ങനെ നമ്മളെ കടുക് പൊട്ടി ഇതുകൊണ്ട് നിൽക്കുന്നു. അപ്പം അതിലേക്ക് നമ്മൾ 2 മണി ഉലുവ, പെരുംജീരകം, കുറച്ച് ചെറിയുള്ളി, നമ്മളെ കറിവേപ്പില. അപ്പം നമ്മളെ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ പിന്നെ നമുക്കിനി വറവൊന്നും വേണ്ട കേട്ടോ. ഇതായി കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി പച്ചവെളിച്ചെണ്ണ കൊണ്ട് വെച്ചാൽ മതി. ഇത്ര വാട്ടി മതി. ഇനി നമുക്ക് മുളക് പൊടി നമുക്ക് അടുപ്പ് നിന്നോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകുന്നു. കരിഞ്ഞ് പോകും. ഞാനാണെങ്കിൽ ഒരു സ്ലോ നമ്മൾ ഉള്ളി കരിയുന്നു. മഞ്ഞപ്പൊടി കടിച്ചാണ് കരിഞ്ഞോ. സ്പൂണൊന്നും തരഞ്ഞിട്ട് കാണില്ല ഗൈസ്. ഇത്തിരി മല്ലിപ്പൊടി ഇപ്പോൾ തോന്നിപ്പോണ്ട. ഈ ചട്ടീൻ്റെ ചൂട് അങ്ങോട്ട് കുറയത്തില്ല. ഇനി നമുക്ക് വേഗം ചെയ്യാത്ത അങ്ങോട്ട് വെച്ചിട്ട് ഇതൊക്കെ കലക്കി വെച്ചതാണ്. നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഇതിലടിച്ചില്ല ഞാൻ. ഇതിലെന്താ പോരാ ഈ മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി ഇട്ട് ഇത് മതി. ഇനി നമുക്ക് ഉപ്പിടാം. കിടക്കട്ടപ്പ്. ഇനി നമുക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടാണ്ട് വറ്റട്ടെ. ഇത് തിളക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ വേണ്ടത്, ഇതിലേക്ക് നമ്മളെ മീനിൻ്റെ സത്തായ ഈ തലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് അതിന് പഞ്ഞെടുക്കില്ല കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് സന്തോഷം. നമ്മളതിലെ വേസ്റ്റൊക്കെ ഒഴിവാക്കി അതിൽ തന്നെ വെച്ചേക്കും. നമ്മൾ മത്തിക്കുട്ടന്മാരൊന്നാകെ അങ്ങോട്ടിട്ട് നമ്മളെ ചട്ടി നിറങ്ങും. ഇതൊന്ന് കുറച്ചൊക്കെ കൈ മസാല ഇട്ടപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറി. മസാല ഇടണ്ടേ, മത്തി മുളക് ഇട്ടല്ലേ വെക്കണ്ടേ. ഈ മനുഷ്യൻ മസാല ഇടണം എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ പിന്നെ മസാല ഇട്ട് നമ്മൾ അടുപ്പ് ഒരു തലക്കിൽ കറിയാകുന്നുണ്ട്, ഒരു തലക്കിൽ ക്ലീനിങ്ങുകൾ. എന്നാൽ പിന്നെ കഴിഞ്ഞാൽ നമ്മളെ പണി. സമയം 1:30 ചോറ് നാളെ സമയക്കായിപ്പോയി. അരിൻ്റെ ഫുഡ് കഴിച്ചതിനെ കൊണ്ടാണെന്ന് അറിയുന്നുണ്ട്. അമ്മായി ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ട് അറിയുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഗോതമ്പത്തിൻ്റെ കഴിച്ചാൽ അത്ര പെട്ടെന്ന് വിശക്കൂല. നമ്മൾ അരിൻ്റെ കഴിച്ച് നോക്കി വേഗം വിശക്കും. ഹലോ ഗൈസ്, നമ്മളെ കറി വെന്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ പോവാണ്.
ഗ്യാസ് ഓഫാക്കി ഇങ്ങനെ തളയൊന്ന് മാറട്ടെ. എന്നിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ കാര്യമായിട്ടുണ്ട്. എന്നാൽ നമുക്ക് എന്താ വേണ്ടത്? വെളിച്ചെണ്ണ. എൻ്റെ വീട്ടിലെ വിശേഷമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. ഹലോ ഗൈസ്, നമ്മൾ ചോറുന്നാണ്. അമ്മായി അതാ ചോറുന്നണ. ഞങ്ങൾക്ക് ചോറും മത്തിക്കറിയാണ് ഗൈസ്. കറി അമ്മക്ക് ചൂട്ട പപ്പടം, കാച്ച പപ്പടം അതാ ഇതില്. ഹലോ ഗൈസ്, നമ്മളെ മത്തിക്കറി, ചോറ്, നമ്മളെ ഫേവറേറ്റ് പപ്പടം കിട്ടും. അപ്പം ഡപ്പയിലടാ പപ്പടം കാച്ചിയതില്ല. അപ്പം അതിൻ്റെ പപ്പടം കിട്ടിയെടുത്തിട്ടില്ല. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതൊക്കെ മതി. നമ്മൾ സാധാരണക്കാർ, നമുക്കൊരു മത്തിക്കറിയും ചോറൊക്കെ മതിയെന്നേ. അമ്പാവും രസമുണ്ട്. അപ്പോൾ അച്ഛൻ മല്ലി ഇടാൻ പറഞ്ഞു പോയതാണ്. മുളക് മാത്രമാണെങ്കിൽ രസം ഉണ്ടാവുന്നത് ഇതിനും കൂടി അല്ലേ. മത്തിക്ക് വെറും മുളകാണ് ടേസ്റ്റ്. ഈ മല്ലിയും തക്കാളിയും അങ്ങനെ തന്നെയാ വെച്ചേ. അത് നമ്മളെ മത്തീൻ്റെ ഇണറ് പഞ്ഞി അതാണ് കൊത്തിക്കൊണ്ടുപോയി കാക്ക. അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ ഇനി എൻ്റെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാണ്ട് അതടുത്ത് കറിയണോ? കറി ഒന്നായിട്ട് കൊണ്ട് ഇട്ടില്ല. അപ്പന് മാത്രം കുഴപ്പമില്ലിട്ട് എനിക്ക് അമ്മായിക്ക് ഇതിൽ വെച്ചതാ. എൻ്റെ അമ്മ ചോറ് കരിയല്ല, ചോറിയാ പുളിമ്പുരി മതിയാണ്. ഞാൻ കുറേ വെള്ളമൊക്കെ പാർന്ന കൊണ്ട് വാർത്ത എനിക്ക് നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ തോനെ ചോറെടുത്തുണ്ട്. എനിക്ക് ചോറ് കണ്ട് നിങ്ങൾ ബോധം കിടരുത്. ഇന്നലെ ഇപ്പം ഞാൻ കഞ്ഞി എടുത്തതിൻ്റെ ഞാൻ ഇന്ന് തീർക്കും. മത്തിക്കറിയും ചോറും തിന്നുമായിരിക്കും. മത്തി നല്ല രസം കേട്ടോ. ഫ്രഷ് മത്തി ഫ്രഷ് മത്തി ഇട്ട് ശരിക്കും പൊരിക്കാനാണ് നല്ലത്. പക്ഷെ നമ്മൾ ഡയറ്റിലായതുകൊണ്ട് ഈ പ്ലേറ്റിൽ ചോറ് കുറവാണ്. പക്ഷെ വീഡിയോയിൽ എത്രയാണ് കുന്നിട്ട മോളുണ്ട് ചോറ്. തോനെ ചോറ്. എൻ്റെ അമ്മായി ഒരു പപ്പടം നടത്തിയാണ്. അമ്മായിക്ക് ഇഷ്ടമല്ലല്ലോ പപ്പടം. അമ്മായിക്ക് ആ കുട്ടികൾ കാച്ചിയ പപ്പടം കുട്ട പപ്പടം അമ്മായിക്കുണ്ട്. ഇങ്ങനത്തെ കുറേ മത്തിയും പൂളയും കിട്ടണേ. പൂള പിഴിഞ്ഞതും മത്തിക്കറി. എനിക്കുള്ള പറഞ്ഞാൽ ഉണ്ടാക്കി മസാല ഇട്ട് ഇഷ്ടമായില്ല. ചേട്ടാ മഴക്കുറവുണ്ട്. നമ്മൾ കറുത്ത് കിടക്കുന്നത് നല്ല വെയിലുണ്ട്. എൻ്റെ അമ്മ കറുത്ത് പോകും. മഴക്കാറൊന്നല്ല, എൻ്റെ അമ്മ കറുത്ത് പോയതാണ്. അമ്മ അല്ലെങ്കിൽ കറുത്തിട്ടാ. എൻ്റെ അമ്മ വെളുത്ത് കാക്കനെ പോലെ. എനിക്ക് ഈ ഇത്തിരി ചോറ് നോക്കുക. അതിൽ കാണുന്ന ഇങ്ങനെ ഗഡ്ഡിയല്ലല്ലേ തോനെ തിന്നണവര്. അന്നല്ല അതങ്ങനെ ഇതാക്കി നിങ്ങൾ കൊന്നു വാരി വെച്ചോണ്ടാ.
മത്തി പൊരിച്ചിടുക, പപ്പടം ചുട്ടത് പൊടിക്കുക, എന്നിട്ട് പിടിയാക്കുക. അതിൻ്റെ വഴിയൊക്കെ എടുത്ത് ചക്കൻ പോയി ഞാൻ കാണിച്ചു തരാം കഴിച്ചു. അല്ല എൻ്റെ മീനിൻ്റെ പരിപ്പൊക്കെ എടുത്ത് പോയ പക്ഷെ ഒക്കെ ആൺപഞ്ഞിയാണ്, കരിപ്പഞ്ഞില്ല. ചോദിച്ചു മതി എൻ്റെ മക്ക കൊടുക്കാം. ഇത് പറഞ്ഞിട്ട് എന്താ പ്രശ്നം അറിയാം? ടേസ്റ്റ് നല്ല ടേസ്റ്റ് കുറവൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. ഈ പഞ്ഞിയുള്ള മീനിന് നല്ല മുള്ളായി, ഭയങ്കര മുള്ളായി. മറ്റേ പഞ്ഞിയുള്ള മീനിന് അത്ര മുള്ളുണ്ടാവില്ല, നൈസ് മുള്ള. എൻ്റെ മത്തി തീർന്ന് ഞാൻ ചോറ് കാല് മാറ്റി വയ്ക്കും. മത്തിക്കറി ആയപ്പോൾ ചോറൊക്കെ വാരി വെച്ച് കൊണ്ടുവന്നോ. നമുക്ക് പത്തി വേണോ? വേണ്ട, അതിലൊരു പത്തിയുണ്ട്. മതി. എൻ്റെ കഴിഞ്ഞ് ചോറ് കഴിഞ്ഞ് നല്ല കറി വെക്കണം. അതിന് പഞ്ഞെടുത്താലും മത്തി കൊടുക്കുന്നുണ്ടാവും. ഓൻ്റെ ഒരു മത്തി എനിക്ക് തന്നെ, അവന് 3 കൊടുത്ത് ഞങ്ങൾ 2 അത്രയ്ക്കേ ഉള്ളൂ മീന്. ഇപ്പൊ 3 തിന്നത് തിന്നാം. ഇപ്പൊ 3 തിന്നത് ആര്? കൊയ്യമ്മ. പപ്പടം ചുട്ടതാര്? കൊയ്യമ്മ. എൻ്റെ മോള് ഇന്നലെ വിളിക്കേറ്റിക്കൊരു സങ്കടം. മോള് ഇന്നലെ പണിയിലാന്ന് ഓർത്തല്ലേ ഞാൻ പറഞ്ഞു. വർക്കിൻ്റെ തിരക്കിലാണ്, നേട്ടനോട് പറഞ്ഞോ. ഡ്രസ്സ് അടിച്ച കാണിച്ചു ഒക്കെ ഡ്രസ്സ് തൊട്ട് അത്ര വലിയ പുതി. അതുകൊണ്ടൊന്നുമല്ല, അവർക്ക് നിങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചാലും ഒക്കെ എടുക്കുന്നുണ്ടാവില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിക്കാനല്ലേ പറ്റുള്ളൂ. ഓളെത്ര എനിക്ക് നേരിട്ട് അമ്മ സൂപ്പർ എന്ന് പറയില്ലേ. സൂപ്പർ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഓള് സൂപ്പർ എന്നൊന്നും പറയില്ല. ഓളെ ഫ്രണ്ട്സൊക്കെ ആർക്കെങ്കിലും അടിച്ചു കൊടുത്താലും ഓളെ ഫ്രണ്ട്സുകൾ പറയും ഇതിൻ്റെ അമ്മനെ പോലത്തെ അമ്മയാണ് എത്ര എന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞു തരുട്ടാ. ഓളിന്നെ പുകഴ്ത്തില്ല, മറ്റുള്ളവർ പുകഴ്ത്തിയത് പറഞ്ഞു. ഡ്രസ്സ് അടിച്ചത് അവർ പറഞ്ഞതൊക്കെ പറഞ്ഞു തരും. അവർ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു തരും. അതല്ല വേണ്ടത്. ഓള് പോയിട്ട് പറഞ്ഞത് എന്റെ മോനെ പിന്നെ പുകഴ്ത്തി കൊല്ലു ഇല്ലാന്നുണ്ട് അവിടെ കുത്തിട്ട് കാര്യം. കരഞ്ഞിട്ടല്ല, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമുണ്ടെന്നാണ് കുറെ പുകഴ്ത്തി ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ. അതാണ് സംഭവം. ഓരാ പോയ അതല്ല വിളവലാണ് കേട്ടോ. എന്താ പറയാ, അതല്ല വിളവന. എന്നാലല്ല അമ്മ പിന്നെ ഉണ്ടാക്കാൻ എനിക്ക് പ്രചോദനമാവുള്ളൂ. പക്ഷെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ച് തന്നത് എൻ്റെ മോളാണ്. യൂട്യൂബ് എടുത്ത് അമ്മ ഇതുണ്ടാക്കുന്നൊക്കെ പറയാം. അന്നൊന്നും ഇപ്പം ഇവിടെ ഇനി എറണാകുളത്ത് നല്ല ജോബിൻ്റെ തിരക്കാണ്. ഇവനെ കാണാൻ കിട്ടല്ലേ. ഹെസപ്പിൻ്റെ കുട്ടിയുടെ കണ്ടുകളിലേക്ക് മഞ്ഞായിട്ട് പൂതി കെട്ടിൻ്റെ കുട്ടി പോകുമ്പോഴേക്കും പൂതി കയറും. എന്നാലും എൻ്റെ കുട്ടീനൊക്കെ എപ്പോഴും പൂതി തന്നെ കേട്ടോ. കണ്ടാലും പൂതി തിന്ന് കഴിഞ്ഞ് എൻ്റെ കുട്ടീൻ്റെ ലൈഫൊന്ന് സെറ്റാവാതെ ദൈവം സഹായിച്ചൊക്കെ ആവും. അപ്പം നമ്മൾ ചോറ് തിന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു. ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ.
അതെടുത്ത് കറിയാണ് തന്നെയാ അമ്മ ഇപ്പം ആദ്യത്തെ അത്രയൊന്നും കറി കൂട്ടൂല അപ്പം നമ്മൾ കുറച്ച് കറി വറക്കുള്ളൂ. കറി ഉണ്ട് ഇവിടെ. ആദ്യമൊക്കെ അമ്മായിക്ക് മോന് കുറേ കറിയാണ്. ഇനിയിപ്പോൾ രണ്ടാക്കും കറി വേണ്ട, ഇച്ചിരി മതി. അമ്മായിക്ക് ഇപ്പം തീരെ കറി കൊടുക്കണം. കറി അവിടെ വാരിയ പോകും. എനിക്ക് ചോറിനെക്കാട്ടും കൂടുതൽ കറി. ഹലോ വെച്ചിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊണ്ടുപോവാണ്. എൻ്റെ കുട്ടികൾക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. ഡെക്സൻ എടുക്കായിട്ട് നോക്കുകയാണ്. അപ്പം നമ്മൾ ചോറ് ആദ്യം ഇവിടെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമുക്ക് ഡെക്സ ബേബീനെ എടുക്കാം. ഡെക്സ ബേബീനെ എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ കട്ടാക്കും. കാക്ക കൊണ്ടുപോകുന്ന കുട്ടിയെ മത്തി ഒരു മത്തിയുള്ളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മത്തി ഇട്ടാണ്. 2 മത്തി എടുക്കാതില്ല നമ്മുടെ വേദന വെച്ചെന്താ തന്നെ ചോറുന്നാൻ പോണ സന്തോഷമല്ല. പുറം ലോകത്തേക്ക് വരുന്ന സന്തോഷം. ഇവരെ 2 ആളെ കിന്നാരൊക്കെയാണ്. അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കും. നമ്മളെ മക്കളെ ചോറും മത്തി ഒക്കെ കൂട്ടി ഒരു പിടി ആദ്യം തന്നെ നമ്മളെ സീവാവയ്ക്ക് കൊടുക്കാം. സീവാവേ മതി. ഇതാ നോക്ക് ഇതാ. അയ്യോ ഹായ്. ഹലോ ഗൈസ്, നമുക്ക് വിശക്കുന്നു. രാവിലത്തെ ഇഡ്ഡലി മാവ് രസം കൂടി ഇരിപ്പുണ്ട്. അപ്പം നമുക്കതുകൊണ്ട് വൈകുന്നേരമല്ല രാത്രി നമ്മൾ അമ്പലത്തിൽ വിളക്ക് കത്തിന് വേണ്ട. നമ്മൾ ജനൻ്റെ വിളക്കൂടെ. ഇതാണ് നമ്മളെ ഈ വീടിൻ്റെ ഐശ്വര്യം, നമ്മളെ അടുക്കളേൻ്റെ ഐശ്വര്യം. ഞാൻ ഈ വീഡിയോയിൽ നോക്കിയിട്ട പരത്തിന് എന്തിനോ എന്തോ. കുളമാച്ച് നമ്മൾ ദോശ. നൈറ്റിൽ ദോശ. കട്ടെ